ഹായ് മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അടുത്ത ദിവസം 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതമാണ് പരീക്ഷ വരുന്നത് അല്ലേ. ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയവും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. രാമു ആൻഡ് അനു went for a festival. On their way back, they visited a toy shop. They had a 100 rupee note with them. They saw the price list displayed in front of the shop. എന്താണ് മക്കളെ ചോദ്യം പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? ഉത്സവ ചന്തയാണ് അല്ലേ. നമ്മുടെ രാമുവും അനുവും കൂടി ഉത്സവത്തിന് പോയി അല്ലേ. തിരിച്ചു വരുന്ന വഴിക്ക് അവരെന്ത് ചെയ്തു? ഒരു കളിപ്പാട്ട കടയിലേക്ക് കയറി. അവരുടെ കയ്യിൽ ആകെ 100 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടയുടെ മുന്നിൽ അവർ ആ ഷോപ്പിലുള്ള സാധനങ്ങളുടെ ഓരോന്നിൻ്റെയും വിലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വില വിവര പട്ടിക പ്രദർശിപ്പിച്ചിട്ടുള്ളത് കണ്ടു കേട്ടോ. നോക്കിക്കേ മക്കളെ. രാമു ബോട്ട് എ ബലൂൺ ആൻഡ് എ കാർ. അനു ബോട്ട് എ ടോയ് ഡ്രം. നമ്മുടെ രാമു എന്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു? ഒരു കാറും അതുപോലെ തന്നെ ഒരു ബലൂണും വാങ്ങിയില്ലേ. അനു എന്താണ് മേടിച്ചിട്ടുള്ളത്? ഒരു ടോയ് ഡ്രം ആണ് മേടിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഓരോന്നിൻ്റെയും വില എന്താണെന്ന് നോക്കാം അല്ലേ. നോക്കിക്കേ മക്കളെ. ബലൂണിന് 10 രൂപയാണ്. അതുപോലെ തന്നെ ടോയ് കാറിന് 30 രൂപയാണ്. ടോയ് ഡ്രമ്മിനാണെങ്കിൽ 25 രൂപയാണ് അല്ലേ. അപ്പം മക്കളടുത്ത് പറഞ്ഞത് ഇതാണ് എമൗണ്ട് സ്പെൻഡ് ബൈ അനു. അതായത് അനു ആകെ ചിലവഴിച്ച തുക എത്രയാണ് എന്നുള്ളത്. അപ്പോൾ അനു എന്ത് മേടിച്ചു എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? എന്ത് മേടിച്ചു എന്നാണ് പറഞ്ഞത്? ടോയ് ഡ്രം മേടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിന് എത്ര രൂപയായിരുന്നു? 25 രൂപയാണ്. അപ്പോൾ അവൾ എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ടായിരിക്കും? 25 രൂപ ചിലവഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എമൗണ്ട് സ്പെൻഡ് ബൈ രാമു. അതായത് നമ്മുടെ രാമു എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ടെന്ന്. എത്രയായിരിക്കും മക്കളെ? ബലൂണിന് 10 രൂപയാണ്. അതുപോലെ തന്നെ കാറിന് 30 രൂപയാണ്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും മക്കളെ? 40 രൂപയാണ് അല്ലേ. 40 റുപ്പീസ്. ഓക്കെ മക്കളെ, അതിൽ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ ബോത്ത് ഓഫ് ദം. അതായത് 2 പേരും കൂടി ആകെ എത്ര രൂപ ചിലവഴിച്ചു എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് മക്കളെ? 40ഉം 25ഉം കൂടി ആഡ് ചെയ്യണം അല്ലേ. ടോട്ടൽ എത്ര കിട്ടും? 65 എന്ന് കിട്ടും അല്ലേ. 65. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് വിൽ ബി ദി ബാലൻസ് എമൗണ്ട് ഇഫ് Rs 100 ഈസ് ഗിവൺ ടു ദി ഷോപ്പ് കീപ്പർ. അതായത് കടക്കാരന് 100 രൂപ കൊടുക്കുകയാണെങ്കിൽ അയാൾ തിരിച്ച് ബാക്കി എത്ര അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും? എത്രയാണ് മക്കളെ? 35 രൂപയാണ് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. സച്ചുവിൻ്റെ സമ്പാദ്യം. സച്ചുവിന് കുട വാങ്ങണം. അവൻ സമ്പാദ്യ കുടുക്കയിലെ പണം മേശപ്പുറത്ത് നിരത്തി വെച്ചു. സമ്പാദ്യ കുടുക്കയിലെ നോട്ടുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ മക്കളെ. 50 രൂപയുടെ 2 നോട്ടുകളുണ്ട്. 20 രൂപയുടെ 2 നോട്ടുകളുണ്ട്. 10 രൂപയുടെ ഒരു നോട്ടേ ഉള്ളൂ അല്ലേ. അപ്പം മക്കളടുത്ത് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ തുക കണ്ടെത്തണം. ആകെ എത്ര രൂപയാണുള്ളതെന്ന് കണ്ടെത്തണം മക്കളെ. നോക്കിക്കേ. 2 50 റുപ്പീസ് ചേർന്നാൽ എത്രയായിരിക്കും മക്കളെ? 100 റുപ്പീസ് ആവും അല്ലേ. 100 രൂപയായിരിക്കും. അതുപോലെ തന്നെ 2 20 രൂപകൾ ചേർന്നാൽ എത്രയാണ് മക്കളെ? 40 രൂപയായിരിക്കും അല്ലേ. പിന്നെ ഒരു 10 രൂപയാണുള്ളത്. അതെത്രയാണ്? 10 തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് അവിടെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. സമ്പാദ്യ കുടുക്കയിൽ എത്ര രൂപയുണ്ടായിരുന്നു? അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയിട്ടുള്ള 3 തുകയും തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടും മക്കളെ? 150 എന്ന് കിട്ടും അല്ലേ. 150 എന്ന് കിട്ടും. അതിലുള്ള ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. പാറ്റേൺ പൂർത്തിയാക്കുക. നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 110, 100, 90 അല്ലേ. അപ്പോൾ അവിടെ നോക്കിക്കേ മക്കളെ. ഏതോ ഒരു സംഖ്യ കുറഞ്ഞാണ് വരുന്നത്. എത്ര വീതമാണ് കുറയുന്നത്? 110ൽ നിന്ന് 100ലേക്ക് എത്താനായിട്ട് എത്ര കുറയണം? 10 കുറയേണ്ടത് അല്ലേ. 100ൽ നിന്ന് 90ലേക്ക് എത്താൻ വീണ്ടും എത്ര കുറയണം? 10 കുറയണം. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 സംഖ്യകൾ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? 90ൽ നിന്ന് 10 കുറയ്ക്കുക അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. 80ൽ നിന്ന് 10 പോയാൽ 70 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, രണ്ടാമത്തെ പാറ്റേൺ നോക്കൂ. 80, 40, 20 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ. അവിടെ എന്താണ് പ്രത്യേകതയുള്ളത്? 80ൻ്റെ പകുതിയാണ് എത്രയെന്ന് പറയുന്നത്? 40 എന്ന് പറയുന്നത് അല്ലേ. 40ൻ്റെ പകുതിയാണ് എത്ര? 20 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ ഏതായിരിക്കും? 20ൻ്റെ പകുതി 10. അതിനടുത്ത സംഖ്യയോ? 10ന് പകുതി 5 ആയിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, ഇനി മറ്റൊരു ആക്ടിവിറ്റി നോക്കൂ. മാക്സ് പാർക്ക്. ദി പിക്ചർ ഷോസ് ദി മാക്സ് പാർക്ക് ഇൻ ദി സൈനബാസ് സ്കൂൾ. അതായത് നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടില്ലേ. അതെന്തിൻ്റെ പിക്ചറാണ്? മാക്സ് പാർക്കിൻ്റെ പിക്ചറാണ് അല്ലേ. നമ്മുടെ സൈനബയുടെ സ്കൂളിലുള്ള മാക്സ് പാർക്കിൻ്റെ പിക്ചറാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ മക്കളടുത്ത് പറഞ്ഞിട്ടുള്ള ചോദ്യം ഇതാണ്.
റൈറ്റ് ദി നമ്പർ ഓഫ് ജിയോമെട്രിക്കൽ ഷേപ്സ് ഫൗണ്ട് ഇൻ ദി പിക്ചർ. അതായത് ആ ഒരു പിക്ചറിലുള്ള ജാമിതീയ രൂപങ്ങളുടെ നമ്പർ മക്കളെടുത്ത് കൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയ മക്കളെ, ഏതൊക്കെ ഷേപ്സാണ് അവിടെയുള്ളത്? സർക്കിൾ ഉണ്ട് അല്ലേ, വൃത്തമുണ്ട്, അതുപോലെ തന്നെ ട്രയാങ്കിൾ ഉണ്ട്, ത്രികോണം ഉണ്ട്, അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ, ചതുരവും ഉണ്ട്. ഓക്കെ മക്കളെ, ഓരോ ഷേപ്സും എത്ര വീതമുണ്ടെന്ന് നോക്കിക്കേ. സർക്കിൾ എത്രയുണ്ട്? വൃത്തം എത്രയുണ്ട്? 7 എണ്ണം ഉണ്ട് അല്ലേ. ത്രികോണോ 5 ഉണ്ട്, ചതുരം 6 എണ്ണം ഉണ്ട് അല്ലേ. അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. വിച്ച് ജോമെട്രിക്കൽ ഷേപ്സ് ഈസ് മോർ ഇൻ ദി പിക്ചർ? ആ ഒരു പിക്ചറിൽ ഏറ്റവും കൂടുതലുള്ള ജോമെട്രിക്കൽ ഷേപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ? സർക്കിൾ ആണല്ലേ, വൃത്താണ് ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ളത്. ഓക്കെ മക്കളെ, ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണല്ലേ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. കളിപ്പാട്ടം വാങ്ങാം. ഓരോ കുട്ടിയുടെയും കയ്യിലുള്ള നോട്ടുകൾ നോക്കൂ. ഓരോരുത്തരുടെയും കയ്യിലുള്ള തുകയ്ക്ക് തുല്യമായ വിലയ്ക്കുള്ള കളിപ്പാട്ടം കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറേ കൂട്ടുകാരുണ്ട് അല്ലേ. ആരൊക്കെയാണ്? സനല്, ഷിയ, സന, ദീപു എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടുകാരുണ്ട് അല്ലേ. അപ്പം നോക്കിക്കേ മക്കളെ, ആദ്യം നമ്മുടെ സനലിൻ്റെ കയ്യിലുള്ള നോട്ടുകൾ നോക്കാം അല്ലേ. 500, 4 10, 8 ഒന്നുകളാണ് ഉള്ളത്. അപ്പോൾ എത്രയായിരിക്കും തുക മക്കളെ? 548 ആണ് അല്ലേ. അവിടെ ചിത്രത്തിൽ നോക്കിക്കേ, 548 ഉള്ള കളിപ്പാട്ടം ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ലേ. ലാസ്റ്റ് 1 ബസ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ബസ് എന്ന് കൊടുക്കണം അല്ലേ. അത് നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ അടുത്ത കൂട്ടുകാരി നോക്കിക്കേ, എത്ര രൂപയാണ് കൈവശമുള്ളത്? 34 10ഉം 7 ഒന്നുകളുമാണ് ഉള്ളത് അല്ലേ. അതായത് ആകെ തുക എത്രയായിരിക്കും മക്കളെ? 347 ആയിരിക്കും അല്ലേ. അത്തരത്തിലുള്ള കളിപ്പാട്ടം ഏതാണ്? ഓട്ടോറിക്ഷയാണ് അല്ലേ. അപ്പോൾ അവിടേക്ക് വേണം മക്കൾ വരയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ എന്നുള്ളത് തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനായിട്ടോ കേട്ടോ. അടുത്ത നോക്കിക്കേ, സനയാണല്ലേ. സനയുടെ കയ്യിൽ 400ഉം 1 10ഉം 5 ഒന്നുകളാണുള്ളത്. അപ്പോൾ എത്രയാണ്? 415 അല്ലേ. അപ്പോൾ അവരുടെ കളിപ്പാട്ടം ഏതാണ്? സൈക്കിളാണ് അല്ലേ. അടുത്തത് നോക്കിക്കുക മക്കളെ, ദീപു ആണ്. ദീപു 600ഉം 37 ഒന്നുമാണ്. അപ്പം സംഖ്യ ഏതാണ്? 637 ആണല്ലേ. അതേത് കളിപ്പാട്ടമാണ്? ജീപ്പാണ് അല്ലേ. അപ്പം അവിടെ മക്കൾ ജീപ്പ് എന്ന് വേണം എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അല്ലേ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം ചെയ്യാം. നമ്പർ ചെയിൻ. ലുക്ക് അറ്റ് ദി നമ്പർ ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ്. ദി ചെയിൻ ഗിവൺ ബിലോ ഈസ് മെയ്ഡ് യൂസിങ് ദീസ് ഫ്ലവേഴ്സ്. ദി റിലേഷൻ ഓഫ് ദി നമ്പർ ഈസ് ഓൾസോ ഗിവൺ ബിലോ. എന്താ മക്കളെ ചോദ്യം പറഞ്ഞിട്ടുള്ളത്? മക്കൾ അവിടെ ആ ഒരു ബാസ്ക്കറ്റിൽ സംഖ്യാപൂക്കൾ കണ്ടില്ലേ. ഇതിലെ പൂക്കൾ ഉപയോഗിച്ച് കോർത്ത ഒരു മാലയുടെ ചിത്രം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മാലയിൽ പൂക്കൾ കോർത്ത ക്രമവും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഖ്യകൾ നോക്കിക്കുക മക്കളെ. 701 701, 704 704, 707 707, 710 710, 713 713 അല്ലേ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ് കൊടുത്തിട്ടുള്ളത്? ആഡ് 3 to each number. 3 വീതം കൂടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ. Some numbers are missing in the chain. Can you find them? Write the relation of the numbers in the box. ഫ്ലവേഴ്സ് വൺ ടേക്കൻ ഷുഡ് നോട്ട് ബി യൂസ്ഡ് എഗെയിൻ. അതായത് താഴെ നൽകിയ സംഖ്യാമാലയിൽ ചില സംഖ്യാപൂക്കൾ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അവ ചേർത്ത് വെക്കാമോ എന്നാണ് മക്കളടുത്ത് ചോദിച്ചത്. അതുപോലെ തന്നെ മാലയിൽ പൂക്കൾ കോർത്ത ക്രമവും എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ മാലയിൽ ഏതൊക്കെയാണ് നമ്പേഴ്സ് ഉള്ളത്? 290, 300, 310 അല്ലേ. അപ്പോൾ അവിടെ ഏതാണ് റിലേഷൻ വരുന്നത്? 10 വീതം കൂടി കൂടി വരികയാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ബാക്കി സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 320, 330 അല്ലേ. അപ്പോൾ അവിടുത്തെ ഒരു റിലേഷൻ മക്കൾ എഴുതണേ. ആഡ് 10 to ഈച്ച് നമ്പർ, അതായത് 10 വീതം കൂടുന്നു. അടുത്ത സംഖ്യാമാല നോക്കിക്കുക മക്കളെ. 101, 211, 321. അവിടെയാണ് 110 വീതമാണ് കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ സംഖ്യകൾ എത്രയൊക്കെ ആയിരിക്കും? 431, 541 അല്ലേ. അവിടെ മക്കൾ റിലേഷൻ എഴുതേണ്ടത് ആഡ് 110 to ഈച്ച് നമ്പർ ആണ് കേട്ടോ. അതായത് 110 വീതം കൂടുന്നു. അടുത്ത നോക്കിക്കേ മക്കളെ. സബ്സ്ട്രാക്ട് 50 ഫ്രം ഈച്ച് നമ്പർ. അവിടെ നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഓരോ നമ്പറിൽ നിന്ന് 50 വീതം കുറഞ്ഞു വരണം എന്നാണ് നമുക്ക് റിലേഷൻ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് 650 അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് 50 കുറയുകയാണെങ്കിൽ 600 വരും. 550, 500, 450. ഇനി മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നോക്കിക്കേ. ലുക്ക് അറ്റ് ദി നമ്പർ ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്ക്കറ്റ് ആൻഡ് മേക്ക് എ നമ്പർ ചെയിൻ ഓഫ് യുവർ ഓൺ. റൈറ്റ് ദി റിലേഷൻ ഓഫ് നമ്പേഴ്സ് ഇൻ ദി ബോക്സ്. അതായത് മക്കളടുത്ത് ഒറ്റയ്ക്ക്
ഒരു നമ്പർ ചെയിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ റിലേഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് 100, 200, 300, 400, 500, 600 എന്ന് എഴുതിയില്ലേ. അവിടെ എന്താണ് പ്രത്യേകത? ആഡ് 100 ടു ഈച്ച് നമ്പർ അല്ലേ, 100 വീതം കൂടുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ നാളത്തേക്കുള്ള പരീക്ഷയുടെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.